യേശുദാസിനെ ഗുരുവായൂരിൽ പ്രവേശിക്കാൻ യേശുദാസ് അവിടെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ഒരു ക്ലോസിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഇപ്പോഴും അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു നിയമം ലംഘിച്ച് കയറണമെന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിനില്ല. എല്ലാവരും അറിഞ്ഞ് അനുവദിച്ച് കയറിയാൽ മതി എന്നുള്ള ഒരു ഭാവമാണ് അദ്ദേഹത്തിനുമുള്ളത്. അപ്പോൾ യേശുദാസിന് അവിടെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം അവിടെ പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഇങ്ങനൊരു തടസ്സമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഏറ്റവും വലിയ രോഷം പ്രകടിപ്പിച്ച ആൾ വയലാർ സാറാണ്. അദ്ദേഹം പറഞ്ഞു, യേശുദാസ് ഒരു പരമഭക്തനാണ്. ഗുരുവായൂരപ്പൻ്റെ എത്രയോ മനോഹരമായ ഭക്തിഗാനങ്ങളാണ് ഈ ഗുരുവായൂർ അമ്പലത്തിന് അകത്ത് കേൾക്കുന്ന പാട്ടുകൾ പലത് യേശുദാസ് പാടുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരമേ ഉള്ള അകത്ത് കയറുന്നതിന് വിരോധം. അദ്ദേഹത്തിൻ്റെ ശബ്ദം, ശാരീരം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ശാരീരം അകത്താണ്. എല്ലാ ക്ഷേത്രങ്ങൾക്കകത്തും യേശുദാസിൻ്റെ ശാരീരമുണ്ട്. അയ്യപ്പസ്വാമിയുടെ ഉറക്കുപാട്ടെന്ന് പറയുന്ന ഏതാണ്? ഹരിവരാസനം യേശുദാസ് സാറ് പാടിയ പാട്ടാണ്. അപ്പോൾ ശരീരമകത്ത് കയറുന്നതിൽ ചില തടസ്സങ്ങളുമുള്ള ഒരാളാണ് യേശുദാസ്. അപ്പോൾ ഇതറിഞ്ഞിട്ട് വയലാർ സാറ് വളരെ ദേഷ്യപ്പെടുകയും അദ്ദേഹം യേശുദാസിനെ അകത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി ഞാൻ നിരാഹാരം കിടക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ്. എല്ലാവരും സമാധാനിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം തൻ്റെ പ്രതിഷേധം അതിമനോഹരമായൊരു പാട്ടായി ഗുരുവായൂരപ്പ ഭക്തിഗാനമായി എഴുതി. ഏതാണെന്നറിയാമോ? ആ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ആ ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഓമൽ ചൊടികൾ ചുംബിക്കും, ഓടക്കുഴൽ ഞാൻ ചോദിക്കും, അല്ലേ, മാനസ തളികയിൽ മധുരം പകരും, വേണുഗാനം കേൾക്കും, ശ്രീകൃഷ്ണ വേണുഗാനം കേൾക്കും എന്നൊക്കെ യേശുദാസിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ യേശുദാസിന് വേണ്ടി അദ്ദേഹം പാടുക വയലാർ സാറ്. അപ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിലേക്ക് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പോകുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കടുത്ത ഭക്തി തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭക്തരിൽ ഏറ്റവും ഭക്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള മനോഹരമായ പാട്ടുകൾ എഴുതിയ ആളാണ്. ഒരുപാട് പാട്ടുകൾ നമുക്ക് ഉദാഹരണം പറയാം.